പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 23,73,00,000 രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണം, കൃഷി, മത്സ്യത്തൊഴിലാളി ക്ഷേമം, സ്ത്രീ ശാക്തീകരണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ ജോസഫ് ബജറ്റ് അവതരണം നടത്തിയത്. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഫ്സൽ നമ്പ്യാരത്ത് അധ്യക്ഷത വഹിച്ചു. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഭവന നിർമ്മാണം, കൃഷി, മത്സ്യത്തൊഴിലാളി മേഖല, സ്ത്രീകളുടെ ഉന്നമനം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് 2026-27 വർഷത്തെ ബഡ്ജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ ജോസഫ് അവതരിപ്പിച്ചു. 2025 ഡിസംബർ മാസം അധികാരം ഏറ്റെടുത്ത ഈ ഭരണസമിതിയുടെ ആദ്യത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യ ബഡ്ജറ്റിലുപരി സ്മാർട്ട് വഴിയാണ് ഇത്തവണ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. വർഷാരംഭം മുതൽ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ആയതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന മഹനീയ ലക്ഷ്യമാണ് ഈ ബഡ്ജറ്റിലൂടെ ഭരണസമിതി വിഭാവനം ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഫ്സൽ നമ്പ്യാരത്ത് അധ്യക്ഷത വഹിച്ചു. കുമ്പളങ്ങി, ചെല്ലാനം, കുമ്പളം എന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ടൂറിസത്തിന് വളരെയധികം സാധ്യതകളുള്ള പ്രദേശമാണ്. ഒരു ടൂറിസം സർക്യൂട്ട് പ്രോജക്റ്റ് ഉൾപ്പെടെ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സൂസൻ ജോസഫിയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കുമ്പളങ്ങിയും ചെല്ലാനവും ഉൾപ്പെടുന്ന പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരുമായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഘടക സ്ഥാപനമായിട്ടുള്ള CHC, ആ CHCയിലേക്ക് 1 കോടിയോളം രൂപ വകയിരുത്തിക്കൊണ്ടുള്ള ഏറ്റവും മികച്ചൊരു ബഡ്ജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. 2025 ഡിസംബറിൽ അധികാരമേറ്റെടുത്ത ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റാണിത്. സ്മാർട്ട് സംവിധാനം വഴിയാണ് ഇത്തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. വർഷാരംഭം മുതൽ തന്നെ പദ്ധതികൾ നടപ്പാക്കി ജനങ്ങളിലേക്ക് ഗുണഫലങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഭരണസമിതി അറിയിച്ചു. കഴിഞ്ഞ ഭരണസമിതി ആരംഭിച്ച പള്ളുരുത്തി ബ്ലോക്ക് ഓഫീസ് പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിനും മുൻഗണന നൽകും. മുൻപാക്കി 60,48,772 രൂപ ഉൾപ്പെടെ 23,73,19,772 രൂപ വരവും 15 കോടിയോളം രൂപ ചിലവും 81 ലക്ഷത്തോളം രൂപ നീക്കിയിരിപ്പും ഉള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജി തോപ്പിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിമി ജോബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സേവ്യർ, പഞ്ചായത്ത് മെമ്പർമാരായ NJ ജോയി, പ്രേമ, PA പീറ്റർ, ജിനു K വിൻസെന്റ്, സലീം PK, ഷേർലി ജോർജ്, ക്ലീറ്റസ് പുന്നക്കൽ, ജിജി ബാബു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനമായ ഹോസ്പിറ്റലിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാർപ്പിടം, PMAY ആയിട്ടും അതുപോലെ സ്വയം തൊഴിലുകൾ, മത്സ്യത്തൊഴിലാളികൾക്ക്, പിന്നെ ആരോഗ്യ മേഖലകളിലും നാനാവിധത്തിലും എല്ലാ ഭാഗത്തേക്കും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും തൊട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ഭംഗിയാക്കി പോയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.